വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചതിൽ. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനിത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് മോണിറ്റൈസായി ഏർണിങ്സ് കയറി തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ കുറേ ആൾക്കാരുടെ ഡൗട്ട് ഞാൻ വന്ന വഴി, അതായത് ഞാൻ കുറേ ചാലഞ്ചസ് ശരിക്കും പറഞ്ഞാൽ ഈ ഫേസ്ബുക്ക് മോണിറ്റൈസ് ആവാൻ വേണ്ടിയിട്ട് എനിക്ക് ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ഞാനതൊരു ഫുൾ ടൈം എൻഗേജ് ചെയ്ത് നിൽക്കുന്ന ഒരാളായിരുന്നില്ല, ഈ ഫേസ്ബുക്കിൽ ഫുൾ ടൈം ഉണ്ടായിരുന്നില്ല. പക്ഷേ ടൈം കിട്ടുമ്പോഴൊക്കെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇട്ട്, ഇപ്പം എൻ്റെ മാത്രം വീഡിയോസ് അല്ല, പല ടൈപ്പ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതിൽ നിന്ന് എനിക്കത് അപ്ലോഡ് ചെയ്യുമ്പം കുറേ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ട്. ചില സോങ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്തും എനിക്ക് കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഡിലീറ്റ് ചെയ്തേണ്ടി വന്നിട്ടുണ്ട്. വ്യൂസ് സ്റ്റക്കായിട്ടുണ്ട്. മാറിയും തിരിഞ്ഞും ഒക്കെ എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. സോ അതിൽ നിന്നെല്ലാം എല്ലാം ഒന്ന് ചേഞ്ചായി. നമ്മളൊരു വീഡിയോ ഇടുമ്പോഴത്തേക്കിനും എന്തൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ കോപ്പിറൈറ്റ് മാറ്റാം. ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ ഈ വീഡിയോ ഇട്ട് തുടങ്ങിക്കഴിഞ്ഞ് ഓരോ വീഡിയോ കോപ്പിറൈറ്റ് കിട്ടി കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ വീഡിയോ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടും. സോ കുറച്ച് ചേഞ്ചസ് വരുത്തി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോപ്പിറൈറ്റ് മാറ്റാം. ഈ കോപ്പിറൈറ്റ് വരുന്നത് വേറെ സോങ്സോ എന്തെങ്കിലും എന്താ പറയുക കോപ്പിറൈറ്റ് ഉള്ള എലമെൻറ്റ്സ് ആഡ് ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ്. നമ്മുടെ ഓൺ കണ്ടന്റ്, നമ്മുടെ ഓൺ വോയിസ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് നോക്കണം. ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും കോപ്പിറൈറ്റ് ഉള്ള സോങ്സ് ആണ് പ്ലേ ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു ഫേസ്ബുക്ക് മോണിറ്റൈസ് ആവാനുള്ള എൻ്റെ ഒരു ജേർണിയിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്ത് വീഡിയോ ആഡ് ചെയ്യുന്നത് എങ്ങനെ വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അപ്ലോഡ് ചെയ്താൽ കൂടുതൽ വ്യൂസ് കിട്ടാം, അല്ലെങ്കിൽ അങ്ങനെ അപ്ലോഡ് ചെയ്താലും എന്തുകൊണ്ട് വ്യൂസ് കുറയുന്നു, ഇതിൻ്റെ ബോണസ് പോയിൻ്റ് എങ്ങനെ മേടിക്കാം, പേ ഔട്ട് എങ്ങനെ സെറ്റ് ചെയ്യാം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഫേസ്ബുക്ക് ഇതിനകത്തുണ്ട്. കുറേ വീഡിയോസ് ഞാൻ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ പലതിലും ഈ പേ ഔട്ട് സെറ്റിങ്സൊക്കെ വളരെ അന്താരാഷ്ട്ര പ്രശ്നങ്ങളാക്കി വീഡിയോ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ആക്ച്വലി വളരെ സിമ്പിളാണ് പേ ഔട്ട്. പക്ഷേ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. അതല്ലാതെ വേറൊരു തരത്തിലുള്ള കോംപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നും പേ ഔട്ട് സെറ്റ് ചെയ്യുന്നില്ല ഫേസ്ബുക്കിൽ. ഇത് എനിക്ക് ഇൻസ്റ്റാഗ്രാം വേറെയാണ്. ഇൻസ്റ്റാഗ്രാമിലെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഫേസ്ബുക്കിലെ കാര്യമാണ്. അപ്പം ഫേസ്ബുക്ക് മോണിറ്റൈസ് ആവാനായിട്ട് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ പേ ഔട്ട് സെറ്റ് ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് പേഴ്സണലായിട്ടായാലും ഞാൻ അതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം. ഇൻ കേസ് അതല്ല, നിങ്ങൾക്കൊരു ഇന്നൊരു കണ്ടൻറ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് വ്യൂസ് കിട്ടുക, അല്ലെങ്കിൽ അങ്ങനെ ഇട്ടാൽ തന്നെ എങ്ങനെ വ്യൂസ് കുറഞ്ഞു പോകുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനൊരു വീഡിയോ ആണ് വേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ കമൻറ്റ് ചെയ്യാം. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ എനിക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം എനിക്ക് ഫേസ്ബുക്കിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം അവരെന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ കമൻറ്റ്, നമ്മുടെ ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ വേണ്ട എൻഗേജ്മെൻ്റ് ആണല്ലോ, വ്യൂസും എൻഗേജ്മെൻറ്റും ഒക്കെ ആണല്ലോ. അപ്പോൾ സോ എനിക്കതിനകത്ത് ഒരുപാട് താങ്ക്സ് ഉണ്ട്. എൻ്റെ ഓരോ പോസ്റ്റിനും കമൻറ്റ് ഇടുന്നവരും നെഗറ്റീവ് പറയുന്നവരുണ്ട്, പോസിറ്റീവ് പറയുന്നവരുണ്ട്. എല്ലാവർക്കും നന്ദി. കാരണം അതെല്ലാം എനിക്ക് എൻഗേജ്മെൻ്റ് ആയിരുന്നു. സോ താങ്ക് യു. നിങ്ങൾക്ക് വീഡിയോ ആവശ്യമെങ്കിൽ പറയുക, ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും.